ഗായ്സ്, നിങ്ങളൊരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. കുറഞ്ഞ സമയത്തിനുള്ളിൽ പോർഷൻസ് പഠിച്ചു തീർക്കേണ്ട അവസ്ഥ നിങ്ങൾ എക്സാം ടൈമിൽ ഫേസ് ചെയ്തിട്ടുണ്ടാവും. സോ ഇനി വരുന്ന എക്സാമിന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യാതെ ഫാസ്റ്റ് ആയിട്ട് ഒരുപാട് സ്ട്രെസ്ഡ് ആവാതെ പോർഷൻസ് എങ്ങനെ പഠിച്ചു തീർക്കാമെന്ന് നോക്കാം. നമ്പർ 1, ഒപ്റ്റിമൈസ് യുവർ സ്റ്റഡി എൻവയോൺമെന്റ്. നിങ്ങൾ എവിടെയാണ് ഇരുന്ന് പഠിക്കുന്നത് എന്നത് നിങ്ങളുടെ സ്റ്റഡീസിനെ പ്രധാനമായിട്ടും എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ നിങ്ങളുടെ സ്റ്റഡി ഏരിയ ക്വയറ്റ് ആയിരിക്കണം ആൻഡ് അവിടെ ഒരു ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവരുത്. അതേപോലെ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വേണ്ട ബുക്സ്, പെന്ന്, പെൻസിൽ ആൻഡ് ഒരു വാട്ടർ ബോട്ടിലും കൂടെ വെച്ചോളൂ. ഇല്ലെങ്കിൽ നോട്ട് എടുക്കാനും വെള്ളം കുടിക്കാനോ കേട്ട് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നിങ്ങൾ ഡിസ്ട്രാക്ട് ആവും. നമ്പർ 2, യൂസ് ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്. ചുമ്മാ വായിച്ചു പോയാലും നമുക്ക് ഒന്നും നീറ്റായിട്ട് പഠിക്കാൻ കഴിയില്ല. ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഒപ്പം തന്നെ നോട്ട്സ് എഴുതുക ആൻഡ് ലാസ്റ്റ് ആ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങളുടെ ഓൺ വേർഡ്സിൽ സമ്മറൈസ് ചെയ്ത് കൂടെ എഴുതുക. അതേപോലെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ മറ്റൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതുവഴി ആ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക മാത്രമല്ല ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെ നമുക്ക് മോർ ഇന്ററാക്റ്റീവ് ആക്കി മാറ്റാൻ സാധിക്കും. നമ്പർ 3, പ്രാക്ടീസ് സ്പേസ്ഡ് റെപ്പിറ്റേഷൻ. ഈ ഒരു ടെക്നിക്ക് പ്രകാരം പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഇടവിട്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ഇറ്റ്സ് എ പവർഫുൾ ടെക്നിക് ബിക്കോസ് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലോട്ട് പ്രോസസ് ചെയ്യാൻ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. സോ ഈ ഒരു ടെക്നിക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിരിക്കണം. നമ്പർ 4, ടേക്ക് റെഗുലർ ബ്രേക്സ്. നമ്മുടെ ബ്രെയിനിന് ആവശ്യത്തിന് റെസ്റ്റ് കൊടുത്താലേ പഠിക്കുന്ന സമയത്ത് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. സോ ഫോളോ പൊമോഡോറോ ടെക്നിക്. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ടെക്നിക്ക് ആവാം. എന്നാലും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 25 മിനിറ്റ് പഠിച്ച് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. പിന്നെയും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. 4 തവണ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ 20 to 30 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനും റെസ്റ്റ് എടുത്ത് ആക്ടിവേറ്റ് ആവും. ആൻഡ് സ്റ്റഡീസ് പറയുന്നത് റെഗുലർ ആയിട്ട് ബ്രേക്ക് എടുത്ത് പഠിക്കുന്നവരുടെ ഫോക്കസ് ആൻഡ് ഓവറോൾ പെർഫോമൻസ് ഇംപ്രൂവ് ആയിട്ടുണ്ടെന്നാണ്. നമ്പർ 5, ഗെറ്റ് എനഫ് സ്ലീപ്പ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്റ്റുപ്പിഡ് ആണെന്ന് തോന്നാം. വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കാൻ എന്തിനാ ഉറക്കത്തിന്റെ കാര്യം പറയുന്നതെന്ന്. എന്നാ കേട്ടോളൂ, നമ്മുടെ മെമ്മറി കൺസോളിഡേഷന് ഉറക്കം എന്നത് അത്യാവശ്യമാണ്. അതായത് ആവശ്യത്തിന് ഉറക്കം കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ പ്രോസസ് ചെയ്യുകയും അത് സ്റ്റോർ ചെയ്യുകയും ഒക്കെ ചെയ്യത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഓരോ രാത്രിയും 7 to 8 മണിക്കൂർ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഒട്ടും ഉറങ്ങാതെയൊക്കെ പഠിക്കുന്നവരുണ്ട്, പക്ഷെ അവർക്ക് പിന്നീട് കോൺസെൻട്രേറ്റ് ചെയ്യാനും പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുക്കാനും ഒക്കെ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. നമ്പർ 6, സ്റ്റേ ക്യൂരിയസ് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി നിങ്ങൾ എത്ര ക്യൂരിയസ് ആണോ അതിനനുസരിച്ച് ആ സബ്ജക്റ്റ് പഠിക്കാൻ നിങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ടാവും. അതേപോലെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതിനെ പേടിക്കണ്ട. അതുവഴി ഡീപ്പായിട്ട് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും പഠിക്കാം. ഇങ്ങനെയെല്ലാം മനസ്സിലാക്കി പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോഴും മറക്കില്ല. കാരണം നമ്മൾ കാണാപ്പാടമല്ല പഠിച്ചിരിക്കുന്നത്, എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയാണ്. സോ ഗൈസ്, ഈ 6 ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടിന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഗൈസ്, നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.